നമ്മൾ ഈ വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ മെയിൻ ഡോർ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒരു വലിയ ഫ്രഞ്ച് വിൻഡോ ആയിട്ടാണ്. അപ്പം ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഹൈറ്റിനേക്കാളും ഇച്ചിരി വലിയ രീതിയിൽ 230 ഹൈറ്റിൽ കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി ഒരു എയർ സർക്കുലേഷനും കുറച്ചുകൂടി ഒരു ലൈറ്റ് പ്രസൻറ്റും നമ്മുടെ ഫോർമൽ ലിവിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്ത്. ഒരു മിനിമലിസ്റ്റിക് കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ ഫ്രെയിംഡ് TV, അതിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സ് കാര്യങ്ങളെല്ലാം അതിന് പുറകിൽ നമ്മൾ ബെഡ്റൂമിലെ ഒരു വാർഡ്രോബിലേക്ക് കണക്ട് ചെയ്തു. അവിടെ നമ്മൾ എൻ്റർ ചെയ്യണത് ഒരു വിശാലമായ ഓപ്പൺ സ്പേസിലേക്കാണ്. ഇവിടെ പൂജാ ഏരിയ എന്ന് പറയുന്നതിന് നമ്മൾ ഒരു ക്ലോസ്ഡ് സർക്കിൾ ആക്കാണ്ട് ഒരു ഓപ്പൺ പൂജാ ഏരിയ എന്നുള്ള കോൺസെപ്റ്റിലാണ് ചെയ്തത്. പൂജാ ഏരിയയിൽ നല്ലൊരു എലിവേഷൻ വേണമെന്നുള്ളത് ഒരു റിക്വയർമെൻ്റ് ആയിരുന്നു. നമ്മളത് ഈ ഒരു റൂമിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡബിൾ ഹൈറ്റ് ഏരിയയിൽ ഒരു 2 സ്റ്റെപ്പ് കയറി നിന്ന് പൂജ ചെയ്യാവുന്ന രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത്. കേരള ട്രഡീഷൻ്റെ ഒരു എസെൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ വീടുകളിലെ മച്ചിൻ്റെ ഒരു മാതൃകയിൽ ഇവിടെ ചെക്ക് ഡിസൈൻ നമ്മൾ കൊണ്ടുവന്നു. ആ ചെക്ക് ഡിസൈനാണ് ഈ വീടിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ ലക്ഷറിയുടെ ഒരു എലമെൻ്റ് ആഡ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മളൊരു ഗോൾഡൻ തീം കൂടെ ആഡ് ചെയ്തു. അപ്പം ഈ ഒരു ഗോൾഡൻ തീമും നമ്മുടെ ട്രഡീഷണൽ ചെക്ക് ഡിസൈനും ഇത് രണ്ടും കൂടെ ആണ് നമ്മൾ മെയിനായിട്ട് ഇതിലെടുത്തേക്കുന്ന ഡിസൈൻ കോൺസെപ്റ്റ്.